അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ ഓഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തുമായ ഒരു സന്തോഷം കാണാനുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സലൂണിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഓപ്പോസിറ്റ് ഉള്ള എവരിഡേ ഡിസ്കൗണ്ട് മാർക്കറ്റിലേക്കാണ്. ഞാനും ഷൈനി ചേച്ചിയാണെങ്കിൽ കുറച്ചധികം ദിവസമായി ഈ ഒരു ഡിസ്കൗണ്ട് മാർക്കറ്റിൽ നമുക്കൊരു ദിവസം പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ശരിക്കും ഞങ്ങൾ ഇവിടെ വന്നത് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു സെക്ഷൻ എത്തിയപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് സ്റ്റെക്കായി. ഈ ക്രാഫ്റ്റ് സപ്ലൈസും ഇതുപോലുള്ള ബുക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്ത് അങ്ങോട്ട് സ്റ്റക്കായി പോകും. അങ്ങനെ ഈ തിളങ്ങുന്ന ബുക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അതുവരെ എൻ്റെ മനസ്സിൽ ഇതുപോലെ ഒരു ബുക്ക് വാങ്ങാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴാണെങ്കിൽ വാങ്ങാണ്ട് പോകാനും തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് അതിൽ നിന്ന് നല്ലൊരെണ്ണം തപ്പി എടുക്കുകയാണ്. എല്ലാ ബുക്കും കാണാനായിട്ട് എന്ത് ക്യൂട്ടായിരുന്നു എന്നറിയോ. ഇതെല്ലാം കിട്ടിയാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു യൂണിക്കോണിന്റെ ബുക്കിൽ അങ്ങോട്ട് സെറ്റായി. ഷൈനി ചേച്ചി ആണെങ്കിൽ എന്നെ നോക്കി നടന്നിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നാലെ അന്വേഷിച്ച് വന്നിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും വാങ്ങാൻ പോയ സാധനം ഡിസ്കൗണ്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ ബിഗ് മാർട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. ഇനിയിപ്പോൾ രാത്രി റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനൊന്നും ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ബിരിയാണി വാങ്ങിയിട്ട് അത് ഷെയർ ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ആ സമയത്ത് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യമുണ്ട് ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിയിട്ട് പകുതിയാക്കി കഴിച്ചത്. കാരണം പകുതിയാക്കിയിട്ട് തന്നെ എനിക്കത് ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് എൻ്റെ റൂമിലേക്ക് വന്നു. എനിക്കാണെങ്കിൽ എൻ്റെ മൈൻഡ് മൊത്തം ഇന്ന് വാങ്ങിയിട്ടുള്ള ബുക്കിൽ എന്തൊക്കെ എഴുതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഓരോരുത്തർക്ക് ടെൻഷൻ അടിക്കാൻ ഓരോരോ വെറൈറ്റി കാരണങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കാരണങ്ങളിൽ ടെൻഷൻ അടിക്കാറുണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മറക്കരുത്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങിയ ബുക്ക് ഇതാ കയ്യിൽ പിടിച്ചതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ കോണ്ടന്റ് ഐഡിയാസ് ഒക്കെ ഈ ഒരു ബുക്കിൽ എഴുതി വെക്കാന്നാണ്. ഈ ഒരു വാഷ് ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. മീഷോന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്ന് ഓർമ്മയില്ല. എന്തായാലും ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്യാം. സൂക്ഷിച്ച് നോക്കണ്ട, അതിൽ ഞാൻ ഒന്നും എഴുതുന്നില്ല. ഈ കോണ്ടന്റ് പ്ലാൻ ഒക്കെ കുറച്ചൊന്ന് ആലോചിച്ചിരുന്ന് എഴുതേണ്ട സംഭവം ആയതുകൊണ്ട് തന്നെ ബുക്കൊക്കെ അടച്ചു വെച്ച് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം.